നിങ്ങൾ പ്രൊഫൈലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം പ്രൊഫൈലുള്ള ഒരാളാണെങ്കിൽ എത്ര ലോൺ കിട്ടും ശരിക്കും ഈ ഹോണ്ട സിറ്റിക്ക്? 5.5 വരെ കിട്ടും. 5.5 വരെ ലോൺ കിട്ടും. നിങ്ങളിവിടെ ചോദിക്കുന്ന റേറ്റ് 4,80,000. അപ്പോൾ എങ്ങനെയായാലും 1 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് എങ്ങനെയായാലും ഈ ഒരു വണ്ടിക്ക് മാത്രം പൈസ വേണ്ടവർക്ക് എക്സ്ട്രാ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും. എങ്ങനെ കമ്പനി തന്നെ കുറെ വണ്ടികൾ ലോസിലാണ് കൊടുക്കേണ്ടത് അറിയാം. ശരി വരാത്തത് 2008 മോഡല് ഇറ 2008 കേട്ടോ. i10 ഇറയാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. കിലോമീറ്റർ പഴയ വണ്ടിയാണ്. കിലോമീറ്റർ അതിൽ കാണിക്കണ എത്രയെന്ന് ജസ്റ്റ് നോക്കിയാൽ ശരിയായിരിക്കുമോ? ഏകദേശം 1 lakh ഓടി ഉണ്ടാവും. കിലോമീറ്റർ അടുത്ത് ഓടിയ വണ്ടി. ചെറിയ റസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ചെറിയ റസ്റ്റ് ഉണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ. ആക്സിഡന്റ് ഫില്ലർ ഒന്നും പണിയെടുത്തിട്ടില്ല. ചെറിയൊരു റസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് പേസ്റ്റിങ് ചെയ്യേണ്ടി വരും അവിടെ. വേറെ കുഴപ്പമില്ല. ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഒരു 10 രൂപയുടെ പണി ഉണ്ടാവോ? 10 രൂപേന്റെ പണി ഏകദേശം കാണേണ്ടി വരും. 10 രൂപന്റെ അടുത്തൊക്കെ വരും. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഓടിക്കാനും സുഖമുള്ള വണ്ടിയാണ്. ഏകദേശം 13 റേഞ്ചിൽ 12-13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? റേറ്റ് എത്ര ചോദിക്കുന്നത്? 79,000 ചോദിക്കുന്നുണ്ട്. അതിൽ പുതിയ ടാക്സ് അടച്ചു കൊടുക്കാം. റിന്യൂവല് പുതിയത്. നല്ല റേറ്റ് ആണല്ലോ. 89 2008. തെറ്റില്ലാത്ത റേറ്റ് ആണ്. നമസ്കാരം, ഞാൻ അപ്പി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള മലപ്പുറം ജില്ലയിൽ മലപ്പുറം എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിലുള്ള പുളിക്കൽ എന്നുള്ള ലൊക്കേഷൻ്റെ അടുത്താണ്. ഇവിടെ ജാമിയ സലഫിയ എന്നുള്ള റോഡിൽ സ്ഥിതി ചെയ്യുന്ന കാർക്രാഡിൽ എന്ന പേരുള്ള ഒരു യൂസ്ഡ് കാർ ഷോറൂം. ഏകദേശം 10-20 വർഷമായിട്ട് ഇവർ മാർക്കറ്റിലുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് യൂട്യൂബിലൊക്കെ വരുന്നത്. ഇവരിന്ന് ഇവിടെ ഒരു മേള കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നേരെ മുകളിലേക്കുള്ള ഈ ഒരു റോഡിൻ്റെ ഒരു 100 മീറ്റർ പോകുമ്പോഴേക്കും നമുക്കൊരു ഗ്രൗണ്ട് കാണാം. അവിടെ ഏകദേശം 50ഓളം വണ്ടികളുണ്ട്. ആ വണ്ടികളുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുന്നേരം റേറ്റ് കുറവാണ്. അതേപോലെ തന്നെ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. അതേപോലെ തന്നെ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികളുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. ഇപ്പോൾ എങ്ങനെയാണ്? ജീപ്പ് 540 പഴയ 3 ഗിയർ അല്ലേ? യോഷാൻ്റെ എഞ്ചിന് 4 വീൽ ഡ്രൈവ് ഇല്ല. ഇത് മോഡൽ ഏതാണ്? 1986. ഞാനൊക്കെ ജനിക്കണതിന് മുമ്പുള്ള വണ്ടി. 1986. ഞാനും കൂടെ നമ്മൾ രണ്ടാണ് ജനിക്കുന്നതിന് മുന്നുള്ള വണ്ടിയാണ്. മോഡൽ ഏതാ? 1986 മോഡല്. നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? നല്ല റണ്ണിങ് പക്കയാണ്. ബോഡി കണ്ടിട്ട് അത്യാവശ്യം ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ചെയ്തതാണ്. ഓക്കെ. ഇനി പേപ്പറൊക്കെ എന്ന് വരെ ഉണ്ടാവുക? പേപ്പർ 2025-26 വരെ. 2025-26 എന്ന് പറയുന്നത് 2 വർഷത്തോളം. റിന്യൂവലൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10,000 റുപ്യേൻ്റെ അടുത്ത് തന്നെയാണ് പേപ്പറിന് ടാക്സ് ആയിട്ടൊക്കെ വരുന്നുണ്ടാവുക. ഇൻഷുറൻസിനും 10,000 തന്നെ വരുന്നുണ്ടാവും. പിന്നെ ചെറുതായിട്ട് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പെയിന്റ് അടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. തുരുമ്പുണ്ടോ? മേജറൊന്നും ഇല്ല. ചെറുതായിട്ട് കാണുന്ന ചെറിയ രീതിയിലല്ലേ. വീലാർച്ചിട്ട് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടില്ല. പക്ഷെ അങ്ങനത്തെ വലിയ ഓട്ട കാര്യങ്ങളൊന്നും ഇല്ല. പ്ലാറ്റ്ഫോം ഒക്കെ എന്താ അവസ്ഥ? നീറ്റാണ്. റേറ്റ് എത്ര സാധിക്കുക? റേറ്റ് 95 ചോദിക്കണേ. എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കും. ചെറുതായിട്ടൊക്കെ ശരിയാ. അടുത്ത് അത് എസ്റ്റാർ LXi 2012 മോഡല്. പെട്രോള് LXi ആണോ VXi ആണോ? അത് LXi ആണ്. K സീരീസ് ആയിരിക്കും എൻജിൻ വരുന്നത്. ഏകദേശം 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 13-14 റേഞ്ചിലായിട്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗും ആയിരിക്കും ഫീച്ചർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. വണ്ടിയുടെ നിലവിലുള്ള കണ്ടീഷൻ എന്താ സാധിക്കുക? A-സ്റ്റാറിന്റെ റേറ്റ് എത്രയാണ് വരുന്നത്? A-സ്റ്റാർ 1.29 കൊടുക്കാം. 1.29. 2012 രജിസ്ട്രേഷൻ ആണ്. മാനുഫാക്ചറിങ് വരുന്നത് 2012 തന്നെയാണോ? 2010 മാനുഫാക്ചറിങ്, 2012 രജിസ്ട്രേഷൻ ആണ്. റേറ്റ് വരുന്നത് 1.29. അതിനും കുറയോ? 1 lakh ലോൺ കിട്ടുന്നുണ്ടാവും. അടുത്ത് ഇത് 2011 മോഡല് VXi AltoCat. ഓക്കെ. VXi എന്ന് പറയുന്നേരം ഫുൾ ഓപ്ഷൻ ആണ് വരുന്നുണ്ടാവുക.
ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇമ്മൊബിലൈസർ മാത്രമായിരിക്കും വരുന്നുണ്ടാവുക. കേട്ടൻ എന്ന് പറയുന്ന നേരം 1000cc എഞ്ചിനാണ്, 998cc എഞ്ചിനാണ്, ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. എത്ര കിലോമീറ്റർ ഓടിയുണ്ട് സാധിക്ക? അത് 82. 82,000 കിലോമീറ്റർ ഓടിയുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഏതൊരു പീസ് റീപ്ലേസ് ഉണ്ട്? ഏതൊരു പീസ് റീപ്ലേസ് ഉണ്ട്? അത് ഏത് പീസാണ്? ഡിക്കിയാണ് റീപ്ലേസ് ഉള്ളത്. ഓക്കെ, പോട്ടെ. 2011 ഓൾട്ടോ കേട്ടൻ VXi, 81,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. 145 കേട്ടോ. റേറ്റ് എത്ര? 145. കമ്പനീസിലുള്ള വണ്ടിയാണോ? കമ്പനീസ്റ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, 145 വണ്ടിയുടെ റേറ്റ് വരുന്നത്. ഇനി കുറയോ? കുറയും. ഏകദേശം ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ ഏകദേശം 1.25 ലക്ഷം രൂപ. 1.25 ലക്ഷം രൂപയുടെ ലോൺ കിട്ടുന്നുണ്ടോ? 20,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 20,000 തികച്ചു തരണ്ടല്ലോ, കാരണം നിങ്ങൾ റേറ്റ് കുറയ്ക്കൂലേ? തീർച്ചയായും. സാധിക്ക അബി 2015 മോഡല് പുണ്ടോ. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ വരുന്നത് 1 lakh കിലോമീറ്റർ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടീൻ്റെ എഞ്ചിനാണ് മാരുതിയും ടാറ്റയും എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് എന്നുള്ള വേരിയൻ്റ് ആയിരിക്കും. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ഡോർ പവർ വിൻഡോസ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അതേപോലെ തന്നെ സീറ്റ് കവർ ഇവിടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എന്താ റീപ്ലേസ് എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ഒന്നുമല്ല, ബോണറ്റ് ഒന്നും മാറിയില്ല. ഓക്കെ, കിലോമീറ്റർ എത്ര? 1 lakh ആണ്. 1.10 ഓടിയിട്ടുണ്ട്. 2015 മോഡൽ അല്ലേ? വണ്ടിക്ക് എത്ര റേറ്റ് എത്ര ചോദിക്കുന്നത്? 2,30,000 ചോദിക്കുന്നുള്ളൂ. 2.30 ഡിസ്കണ്ടിന്യൂഡ് മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് ലോൺ കിട്ടാൻ സാധ്യത ഉണ്ടാവുമോ? ലോൺ പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഒരു 1.5 ലോൺ കിട്ടും. ഏകദേശം അത്രയൊക്കെ കിട്ടും. അത്രയൊക്കെ തന്നെ ലോൺ കിട്ടുന്നുണ്ടോ? ശരി. 12 മോഡല് GD ലിവ. ഓക്കെ, റീ രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. ഇത് 2012 ആണെങ്കിൽ ന്യൂ ഷേപ്പിലേക്ക് ഫ്രണ്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ രീതിയിൽ ഫ്രണ്ടിൽ വർക്ക് എടുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ ആണ്. ഇപ്പൊ നിലവിൽ നമ്പർ ആയതല്ലേ? ഇത് നമ്പർ ആയതാണ്. 12 ഗ്ലാസ് ഒന്നും മാറിയില്ല കേട്ടോ. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. റീവണ്ടി അതിനെ കൊണ്ട് ഞാൻ കിലോമീറ്ററിന്റെ കാര്യം ചോദിക്കുന്നില്ല. നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? നല്ല കണ്ടീഷനാണ്, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നല്ല വണ്ടി. റീവണ്ടി ആണെങ്കിലും ക്വാളിറ്റി ഉള്ള വണ്ടി. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 4 ഡോർ, ടോട്ടൽ 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. അതേപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. എയർ ബാഗും കാര്യങ്ങളൊന്നും 2012 GD എന്നുള്ള ബേസ് മോഡലിൽ വരുന്നില്ല. ബേസ് ആണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് GDയിൽ വരുന്നുണ്ട്. ടൊയോട്ടയുടെ 1.4 ലിറ്റർ എഞ്ചിനാണ്. ഏകദേശം 20ന്റെ പുറത്ത് കണ്ണും പൂട്ടി 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. പിന്നെ അത്യാവശ്യം റീസെയിൽ വാല്യൂ ഉള്ള വണ്ടിയാണ്. വേറെ കുറച്ച് കൊടുക്കാം. 3.30 ചോദിക്കുന്നത്. 3.30 ചോദിക്കുന്നുണ്ട്. റേറ്റ് കുറച്ച് കിട്ടും. അതേ സമയത്ത് ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടോ? ലോൺ ഒരു 2 lakh അബവ് കിട്ടും. 2.5 ലക്ഷം, 2.60 ആ റേഞ്ചിലേക്കൊക്കെ ലോൺ കിട്ടുന്നുണ്ടോ അല്ലേ? ഓക്കെ. 800 2020 മോഡല് പെട്രോൾ VXi വരുന്ന വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി. കിലോമീറ്റർ എത്രയാ? 15,000 കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉള്ള. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല. നല്ല വണ്ടി. 800cc എഞ്ചിനാണ്. VXi എന്ന് പറയുന്നതിന് 2 എയർ ബാഗ് ഉണ്ടോ, അഡീഷണൽ ആയിട്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ടോ, അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ് ഓൾട്ടോ LSI ഉള്ള പോലെ തന്നെ ഉണ്ടാവും. ലോൺ ചെയ്ത് കൊടുക്കട്ടോ നമുക്ക്. 3,35,000 ചോദിക്കണേ. മാക്സിമം ഏകദേശം 3 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 3 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? പുതിയ ഓൾട്ടോ 800 VXiക്ക് ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ റേറ്റ് വരുന്നുണ്ട്. 4.80 അടുത്ത് തന്നെ റേറ്റ് വരുന്നുണ്ട്. ഫുൾ ലോൺ കയറ്റാം. ഓക്കെ, ഇത് 3 വർഷം പഴക്കമുള്ള വണ്ടി. റേറ്റ് വരുന്നത് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം കുറച്ചിട്ട്. അതേ സമയത്ത് വാറന്റിന്റെ കാര്യം കമ്പനി എക്സ്റ്റൻഡ് വാറന്റി നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഓട്ടോ 2016 ഒന്ന് കാണിക്കും. ഓട്ടോ 16 വണ്ടി കേട്ടോ. ഓട്ടോ LX 16. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ വണ്ടി. 60,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ. ആഫ്റ്റർ മാർക്കറ്റ് LOS ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എവിടേക്കോ ഇത് സ്റ്റിക്കറാണോ ചെയ്തേ? ചില്ലറ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ക്രോമിലേക്ക് ചെയ്തിട്ടുണ്ട്. KL 65 തിരൂരങ്ങാടി വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 65,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. 60-65ന്റെ ഉള്ളിൽ 65,000 കിലോമീറ്ററിന് അടുത്ത് ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ക്ലീൻ പീസ് വണ്ടി. അലോയ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 2016 ഓൾട്ടോ 800 എത്ര ചോദിക്കുന്നത്? 2.35 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം.
ചെറുതായിട്ടൊന്ന് കുറച്ച് ചെറുതായിട്ട് ഓൾട്ടോ 16 ഇപ്പോൾ ടൈറ്റാണ് വണ്ടി. കൂടുതലാണ് വില. അപ്പോൾ കമ്പനിയിൽ വണ്ടി കൂടുതലാണ് വില. കമ്പനിയിൽ എന്ന് വെച്ചാൽ കമ്പനിയിൽ പുതിയ വണ്ടിൻ്റെ വില കേട്ടോ. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോണ് 2 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ ചെയ്യാം. 2,10,2,20 ലോൺ ചെയ്യാൻ പറ്റില്ല? ഏകദേശം ചെയ്യാം. അൾട്ടീസ് 2011 മോഡൽ. വേരിയന്റ് ഏതാണ്? കേരള വണ്ടിയാണ് വണ്ടി. ജി വേരിയന്റ്. ജി എന്നുള്ള വേരിയന്റ് ആണ്. കമ്പനി അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് മൗണ്ടൻ കൺട്രോൾസ് വരുന്നുണ്ടാവും. ഒക്കത്തിനും പുറമായിട്ട് ഇത്രയും വലിയ വണ്ടിക്ക് നമുക്കൊരാളോട് ചിലപ്പോൾ ഓടിയിട്ടുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല. 20-ന് പുറത്ത് ഈ വണ്ടിക്ക് മൈലേജ് കിട്ടും. നല്ലപോലെ വൃത്തിക്ക് മൈലേജ് കിട്ടും. അതേപോലെ തന്നെ നല്ല യാത്രാസുഖം. അത്യാവശ്യം വലിപ്പമുള്ള വണ്ടിയാണെന്നുള്ളൊരു കുറ്റം മാത്രമേ പറയണമെങ്കിൽ പറയാം. ലോൺ എന്തായാലും 3.5 റേഞ്ചിൽ കിട്ടുന്നുണ്ടാവും. 2011 4.10 ചോദിക്കണുള്ളൂ. കുറച്ച് കൊടുക്കും. നമ്മളെ ഇയർ ലാസ്റ്റ് ആയിട്ട് കുറച്ച് കൊടുക്കാൻ. അടിപൊളി ഓഫറിലുള്ള വണ്ടിയാണ് നിങ്ങൾ പറഞ്ഞിട്ട് വരും. എങ്ങനെയാ കാര്യം? ഹോണ്ട സിറ്റി 2014 മോഡൽ VX ഡീസൽ ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് നമുക്ക് കേട്ടോ. വണ്ടി ക്വാളിറ്റി ഉണ്ട്. 2 VX എന്നുള്ളത് ഫുൾ ഓപ്ഷൻ ആണ്. എയർ ബാഗ് വരുന്നുണ്ടാവും, സൺറൂഫ് വരുന്നുണ്ടാവും, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടൻ കൺട്രോൾസ്, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. ഇതിനൊക്കത്തിന് പുറമേ ആയിട്ട് നമുക്ക് ഡീസൽ ഏകദേശം 20-ന്റെ പുറത്ത് എങ്ങനെയായാലും മൈലേജും കിട്ടുന്നുണ്ടാവും. ഇത് എങ്ങനെയാണ് നിങ്ങൾ ഓഫർ എന്ന് പറഞ്ഞത്? പുതിയ ഇൻഷുറൻസ് നമ്പറിൽ കൊടുക്കാം. 4 MB കൊടുക്കാം. 4 MB കുറച്ച് കൊടുക്കാം. ആണ് ചോദിക്കുന്ന റേറ്റ്. അതിലും കുറയുന്നുണ്ടോ? അതേ സമയത്ത് ഇപ്പൊ നിലവിൽ ഓണർഷിപ്പ് എത്ര നടക്കുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. ഇതിന് ഫുൾ ലോൺ തന്നെ കയറുന്നുണ്ടാവില്ല? ഏകദേശം ഫുൾ ലോൺ കേട്ടാ. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി ഫുൾ ലോണിനേക്കാൾ മുകളിൽ കയറും. 5 ലക്ഷം ഒക്കെ കിട്ടും. അത് നോക്കിയിട്ട് അതിന് വരെ സിബിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കയറണമെങ്കിൽ നമുക്ക് കയറ്റി കൊടുക്കാം. പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം പ്രൊഫൈലുള്ള ഒരാളാണെങ്കിൽ എത്ര ലോൺ കിട്ടും ശരിക്കും ഹോണ്ട സിറ്റിക്ക്? 5.5 വരെ കിട്ടും. 5.5 വരെ ലോൺ കിട്ടും. നിങ്ങളിവിടെ ചോദിക്കുന്ന റേറ്റ് 4,80,000. അപ്പൊ എങ്ങനെയായാലും 1 ലക്ഷം റുപ്യേന്റെ അടുത്ത് എങ്ങനെയായാലും ഈ ഒരു വണ്ടിക്ക് മാത്രം പൈസ വേണ്ടവർക്ക് എക്സ്ട്രാ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും. അത് ഇത് 2020 മോഡൽ VXi സ്വിഫ്റ്റ് ആട്ടോ. VS6 വരുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓട്ടം കുറച്ച് 75,000 ഓടിയിട്ടുണ്ടെങ്കിലും വണ്ടി ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാ. സിംഗിൾ ഓണർ വണ്ടിയാട്ടോ. വല്ലാതെ കുറയ്ക്കാല്ല. 5.95 ചോദിക്കുന്നുണ്ട്. 2020 പുതിയ VXi ഏകദേശം 8 ലക്ഷം രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. 3 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അതേ സമയത്ത് 2020 മോഡൽ ആവുന്ന നേരം ഫുൾ ലോൺ കയറുന്നത് മാത്രമല്ല വാറണ്ടി കിട്ടില്ലേ? വാറണ്ടി ഉണ്ടോന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അഡീഷണൽ വാറണ്ടി എക്സ്റ്റൻഡഡ് വാറണ്ടി കമ്പനി പോയി ചെക്ക് ചെയ്യേണ്ടി വരും. അതെ, അത് ഒരു കമ്പനി പോയിട്ട് എക്സ്റ്റൻഡഡ് വാറണ്ടി ചെക്ക് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. കാരണം അത് ഹിസ്റ്ററിയിൽ കറക്റ്റ് ചിലപ്പോൾ 10,000 15,000 കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താലൊക്കെ പ്രശ്നമാണ്. ഹിസ്റ്ററി ഉണ്ട്, കറക്റ്റ് ഹിസ്റ്ററി നോക്കിയതാ. കിലോമീറ്റർ അറിയാ കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി കേട്ടോ. 5,95,000 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം കേട്ടോ. അടുത്തത് ബലോനോ സീറ്റ 2018 മോഡല് സീറ്റ ബലോനോ. നല്ല വണ്ടി കേട്ടോ. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോള്. സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സീറ്റ ബലോന നല്ല വണ്ടി. റേറ്റ് എത്ര ചോദിക്കുന്നത് ബലോനോന്? 5.90 ചോദിക്കുന്നുള്ളൂ. 2018 മോഡൽ 5.90 ചോദിക്കുന്നു. ഏകദേശം ആ റേഞ്ച് ലോൺ. ആൽഫയ്ക്ക് തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. ഏകദേശം ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ പറയണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സ്റ്റിയറിംഗ് മൗണ്ടൻ കൺട്രോൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ 2 എയർ ബാഗ്, കമ്പനി എല്ലാ വീൽസ്, 4 ഡോർ പവർ വിൻഡോസ്, ഇങ്ങനെ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, നല്ല വണ്ടി. 89,000 ഓടിയിട്ടുണ്ട്. 5.90 എത്ര കിട്ടുന്നുണ്ടാവും? 5.5 ലോൺ കിട്ടില്ലേ? 6 തന്നെ കൊടുക്കല്ലോ നമുക്ക്. 6 കൊടുക്കല്ലോ. ടൊയോട്ടേന്റെ അടുത്ത ലെജൻഡറി ആയിട്ടുള്ള ഇപ്പോഴും മാർക്കറ്റിലുള്ള വണ്ടി, ലെജൻഡർ എന്നാണ് പുതിയ വണ്ടിയുടെ പേര് തന്നെ വരുന്നത്. ഫോർച്യൂണർ 2011 ഫസ്റ്റ് ജനറേഷൻ 4x4. ഓക്കെ, 4 വീൽ ഡ്രൈവ് ആണ്. ഡീസൽ ആയിരിക്കും. 3 ലിറ്റർ ആണ് എഞ്ചിന് വരുന്നത്.
ഇത് ഒറിജിനൽ കേരള, ഡൽഹിക്കാരൻ, ബംഗാളി ആരാണ്? പുറത്തെ വണ്ടിയാണ്, ഇങ്ങോട്ട് നമ്പറാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഏത് നാട്ടുകാരനാണ്? ഇത് എസ്ക്രോസ് 2018 മോഡല് ഡീസൽ. ഓക്കെ, സീറ്റ വേരിയന്റ് കേട്ടോ. സീറ്റ എന്നുള്ളത് ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ആൽഫയ്ക്ക് തൊട്ട് താഴെ വരുന്നതാണ്. സിംഗിൾ ഓണർ, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? യെസ്. കിലോമീറ്റർ എത്രയാ? 1 lakh above ഓടിയിട്ടുണ്ട്. ഓക്കെ, KL 53 എന്ന് പറയുന്ന പെരിന്തൽമണ്ണയാണോ? അതെ അതെ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ സീറ്റ എന്നുള്ള ആൽഫയ്ക്ക് തൊട്ട് താഴെയുള്ള എസ്ക്രോസിൽ നമുക്ക് ഫീച്ചർ സൈറ്റ് AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ 2 എയർ ബാഗ് വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് വരുന്നുണ്ടാവും, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടാവും, ഇങ്ങനെയുള്ള ഒരു ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. അഡീഷണൽ ആയിട്ട് വണ്ടിയിൽ സീറ്റ് കവർ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എസ്ക്രോസ് 2018 മോഡൽ വണ്ടിക്ക് റേറ്റ് എത്രയാണ് വരുന്നത്? 7,40,000 ചോദിക്കുന്നുണ്ട്. 7,40,000 ചോദിക്കുന്നത്. മാന്യമായിട്ട് കുറക്കാം. ഓക്കെ, അതേസമയത്ത് ശരിക്കും പറഞ്ഞാൽ 2018 സീറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി എന്നൊക്കെ പറയുന്നേരം അതിന് മുകളിൽ റേറ്റ് വരുന്നുണ്ട്. അതെ. ഏകദേശം എത്രയൊക്കെ ലോൺ കിട്ടുന്നുണ്ടോ? ലോൺ കിട്ടും, നല്ല കസ്റ്റമറൊക്കെ ആണെങ്കിൽ ഫുൾ ലോൺ കിട്ടും. 18 മോഡലല്ലേ, അതെ, അത്യാവശ്യം വാല്യുവേഷനിലുള്ള വണ്ടിയാണ്. അതെ, ഡീസൽ അതിനെ കൊണ്ട് ഞാൻ ചോദിച്ചു. ഡീസൽ പെട്രോളിനേക്കാൾ നമുക്ക് മാർക്കറ്റ് ഉണ്ട്. ഡീസൽ പെട്രോൾ ഇപ്പോഴും ഉണ്ട്, പക്ഷേ 17-7 ലക്ഷം റുപ്യ ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ വണ്ടിക്ക്, കഴിഞ്ഞ വണ്ടിക്ക്. ഇത് 18 ഇത് 18. അപ്പൊ എന്തായാലും 7 പുറത്ത് കിട്ടില്ലേ? കിട്ടാതെ അതുണ്ട്, നല്ല കസ്റ്റമറൊക്കെ ആണെങ്കിൽ കിട്ടും. ഇവിടെ 7.5 എത്തും. നോക്കാം, നമുക്ക് സിവിൽ ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഹരിയാന വണ്ടിയാണ്. സിംഗ് ആണോ? സിംഗ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ എയർ ബാഗ് ഉണ്ടാവും, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ടാവും, 4 door പവർ വിൻഡോസ് ഉണ്ടാവും, AC പവർ സ്റ്റിയറിംഗ് ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട്. പിന്നെ അന്ന് ഉണ്ടായിരുന്ന ABS, EBD അങ്ങനെയുള്ള എല്ലാ ഹൈ എൻഡ് ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. പക്ക 3 ലിറ്റർ ബീസ്റ്റ്. നോർമൽ ഇപ്പം 2011 ടൊയോട്ട ഫോർച്യൂണർ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ പണ്ടത്തേനേക്കാൾ എത്രയോ റേറ്റ് കൂടിയിട്ടുണ്ട്. കാരണം പുതിയ ജനറേഷൻ ഫോർച്യൂണർ ഒരു പുതിയ വണ്ടി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 50 ലക്ഷം അടുത്തേക്ക് വന്നിട്ടുണ്ട് ലെജൻഡറിന് കേട്ടോ. പക്ഷേ അതേ സമയത്ത് ഫീച്ചേഴ്സിലും അതേപോലെ തന്നെ ബോഡി ഷേപ്പിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും യൂസ്ഡ് മാർക്കറ്റിൽ ഫോർച്യൂണറിന്റെ വില കുറഞ്ഞതായിട്ട് എവിടെയും കണ്ടിട്ടില്ല. ഓടിക്കാൻ പക്കയാണ്, ടൊയോട്ടയാണ്, തല്ലിക്കൊന്നാലും ചാവാത്ത എഞ്ചിനുമാണ്. സമയത്ത് അപ്പോൾ ഹരിയാന മലയാളി വലിയ റേറ്റ് ഒന്നും ചോദിക്കണില്ല, 10.5 ലക്ഷം ചോദിക്കണം, കുറച്ച് ഇനിയും കുറയൂ. ഓക്കെ, 2011 10 അല്ല 2011 കുഴപ്പമില്ലാത്ത റേറ്റ് എന്ന് പറയാം. NOC മാറി കൊടുക്കും. ഓക്കെ, ഇനി മേടിക്കുന്ന ആൾ ഇതിന്റെ മുകളിൽ വേറെ പൈസ കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പുതിയ ടൈപ്പ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കെ നല്ല സാധനം വെച്ചിട്ടാണ് ചെയ്ത്. ഓക്കെ, ഇനി ഞാൻ വേറെ കാര്യം കൂടെ ചോദിച്ചോട്ടെ, 8-9 റേഞ്ചിലൊക്കെ ലോൺ കിട്ടില്ലേ? അല്ലല്ല, ഏകദേശം അത്രേ കിട്ടുള്ളൂ. ഓക്കെ, അത്യാവശ്യം സിബിലുള്ള കസ്റ്റമർ ആണെങ്കിൽ അത്ര ലോൺ കിട്ടുന്നുണ്ടോ? 8-7 ആ റേഞ്ചിൽ ലോൺ. ഇത്രയും വലിയ വണ്ടി നിങ്ങളൊന്ന് മൈലേജ് ചോദിക്കാത്തെന്ന് ചോദിക്കരുത്, 8-9 ഒക്കെ തന്നെ ഏകദേശം അത്രയൊക്കെ തന്നെ അത്രേ കിട്ടുള്ളൂ. 4 വീൽ ഡ്രൈവും കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ മൈലേജ് അത്ര കൺസേൺഡ് ആവില്ല. 5000-ന് അടിക്കുക, 4000-ന് അടിക്കുക, പോവുക, പൊളിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് റാപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആദ്യത്തെ കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്യുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇനിയും കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്.